പൃഥ്വിരാജ് അങ്ങനെ കുടുങ്ങിയിരിക്കുകയാണ്. ഇഡിയാണ് കുടുക്കിയത്. പൃഥ്വിരാജ് ഒരു സിനിമ എടുത്ത് എന്തെല്ലാം അബദ്ധങ്ങളാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. സിനിമ സന്തോഷിക്കാനുള്ള മേഖലയാണ്, അല്ലാതെ സത്യങ്ങൾ പറയാനുള്ള സ്ഥലമല്ല. എന്താണെങ്കിലും പൃഥ്വിരാജ് കുടുങ്ങിയിരിക്കുന്നത് കാരണങ്ങളൊന്നും ഇല്ലാതെയല്ല. അദ്ദേഹം ലാലേട്ടനെ ഒന്ന് കുടുക്കി, സിനിമ എടുത്ത് തന്നെ. ലാലേട്ടൻ ഓടി വന്ന് ക്ഷമ പറഞ്ഞ് രക്ഷപ്പെട്ട പോലെയാണ് നിൽക്കുന്നത്. പക്ഷേ എപ്പോഴാണ് ഈ രക്ഷപ്പെടൽ ഇല്ലാതാവുന്നതെന്ന് അറിയില്ല. എങ്കിലും ഒരുവിധം കുഴപ്പമില്ലാതെ പോവുകയാണ്. പക്ഷേ അവസാന നിമിഷം കൈ കൊടുത്ത് രക്ഷിച്ച ഗോകുലം ഗോപാലൻ കുടുങ്ങിയിരിക്കുകയാണ്. അദ്ദേഹത്തിനും ഇഡിയുടെ അന്വേഷണം എത്തിക്കഴിഞ്ഞു. ഇഡിയുടെ അന്വേഷണം ഇതിനു മുമ്പും അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുള്ളതാണ്. അപ്പം അതും കാരണമില്ലാതെയല്ല. ഇനി പൃഥ്വിരാജ് എന്താണ് കുടുങ്ങിയെന്നുള്ളത് എന്ന് വെച്ചാൽ, കടുവ, ജനഗണമന, ഗോൾഡ് തുടങ്ങിയ സിനിമകളുടെ പ്രൊഡക്ഷൻ കമ്പനിയുടെ പേരിൽ 40 കോടിയോളം രൂപ വാങ്ങി എന്നുള്ളതിലാണ് പൃഥ്വിരാജിന് പിടി വീണിരിക്കുന്നത്. കൊച്ചിയിലെ ആദായ നികുതി വകുപ്പിന്റെ അസസ്മെന്റ് വിഭാഗമാണ് അദ്ദേഹത്തിനെതിരെ ഈ നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഏപ്രിൽ 29-നകം വിശദീകരണം നൽകണമെന്ന് ആദായ നികുതി വകുപ്പ് ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്. പൃഥ്വിരാജിനെതിരെ നാഷണൽ മീഡിയയിലൊക്കെ കേൾക്കുന്ന ഒരു ന്യൂസ്, അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് 1.5 കോടിയോളം രൂപ സീസ് ചെയ്തെടുത്തിട്ടുണ്ടെന്നാണ്. 2023 ജനഗണമനയൊക്കെ ഇറങ്ങിയ സമയത്ത് തന്നെ അദ്ദേഹത്തിന് ഇഡിയുടെ വക അന്വേഷണം ഉണ്ടായതായി പറയപ്പെടുന്നു. ഇത് പറഞ്ഞത് മറുനാടൻ മലയാളിയാണ്. പക്ഷേ പൃഥ്വിരാജ് അത് നിഷേധിച്ചു. മറുനാടൻ ആരോപിച്ചത് പ്രൊപ്പഗണ്ട സിനിമ എടുത്തു എന്നുള്ളതാണ്. അതായത് പ്രൊപ്പഗണ്ട സിനിമ എടുത്തു എന്നുള്ളതിനേക്കാൾ ഉപരി വിദേശത്ത് നിന്ന് പണം സ്വീകരിച്ച് പ്രൊപ്പഗണ്ട സിനിമ എടുത്തു. അതിന്റെ ഭാഗമായി 25 കോടി രൂപ ഇഡിക്ക് ഫൈനായി നൽകിയെന്നാണ്. പക്ഷേ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ പൃഥ്വിരാജ് അത് നിഷേധിക്കുകയും ചെയ്തു. ഇത് പറഞ്ഞ മറുനാടനെതിരെ എല്ലാ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും പറഞ്ഞു. പക്ഷെ മറുനാടനും പുറത്തു നടപ്പുണ്ട്, അതുപോലെ തന്നെ പൃഥ്വിരാജ്. പക്ഷെ ഇന്ന് അതല്ല അവസ്ഥ. ഇന്ന് L3 എടുത്ത് നിൽക്കുമ്പോൾ വീണ്ടും ഹിന്ദുത്വവാദികൾ പറയുന്നത് ഇതൊരു പ്രൊപ്പഗണ്ട മൂവി തന്നെയാണെന്നാണ്. L3യുടെ അല്ലെങ്കിൽ എമ്പുരാന്റെ തീയൊന്ന് കെട്ടടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇഡി ഗോകുലം ഗോപാലന്റെ വീട്ടിൽ കയറി. അതിനുശേഷം ദാ ഇപ്പോ പൃഥ്വിരാജിന്റെ നോട്ടീസ് ഒന്ന്. എൻഫോഴ്സ്മെന്റുമായിട്ടുള്ള ഇടപാടുകൾ ഗോകുലം ഗോപാലന്റെ പലതവണ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളതാണ്. 2023 ഏപ്രിൽ ഇന്റേണൽ റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇഡി അദ്ദേഹത്തെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതേ വർഷം തന്നെ നവംബറിൽ കറവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിലെ പ്രതിയായ, അതും റിയൽ എസ്റ്റേറ്റ് ഏജന്റ് കൂടിയായ അനിൽകുമാറുമായി ഉണ്ടായ 4 കോടി രൂപയുടെ ഇടപാട് പ്രകാരം അദ്ദേഹത്തെ ഇഡി ക്വസ്റ്റ്യൻ ചെയ്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ അനിൽകുമാർ നമ്മളുടെ സ്ഥാപനത്തിന്റെ ഒരു ഉപഭോക്താവ് മാത്രമാണ്, അങ്ങനെയാണ് അങ്ങനെ ഒരു ഇടപാട് ഉണ്ടായതെന്നാണ്. ഇതിനെ സംബന്ധിച്ചുള്ള രേഖകളെല്ലാം തന്റെ കയ്യിൽ ഉണ്ടെന്നുമാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്. 2025 ഏപ്രില്, അതായത് ഇപ്പോ അദ്ദേഹത്തിനെതിരെ ഇഡി തെരച്ചിൽ നടത്താൻ കാരണം വിദേശ വിനിമയ നിയമലംഘന പ്രകാരം FEMA നടത്തിയ ആരോപണത്തിന്റെ ഫലമായി ഇഡി അദ്ദേഹത്തിന്റെ കൊച്ചി, ചെന്നൈ, കോഴിക്കോട് എന്നീ ഓഫീസുകളിൽ കയറി ഇറങ്ങിയിട്ടുണ്ട്. പറഞ്ഞു വരുവാണെങ്കിൽ ഈ ഇടപാടുകളുടെ മൂല്യം, ഏകദേശം മൂല്യം 1000 കോടിയോളമാണ്. ഇത് സത്യമാണെങ്കിൽ തീർച്ചയായും ഇതിനു വേണ്ടി ഒരു അന്വേഷണം തന്നെ നടത്തണം. പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു സമയത്ത് ഇങ്ങനെ ഒരു അന്വേഷണം എന്ന് പറയുമ്പോൾ ആർക്കൊന്നും മനസ്സിലായില്ലല്ലോ അല്ലേ? ലൈക്കയുടെ കാര്യം പറയുവാണെങ്കിൽ എടുക്കുന്ന പടങ്ങളെല്ലാം പൊട്ടുന്നത് കൊണ്ട് വെറുതെ ഇരുന്നാൽ കിട്ടും 1000 കോടി രൂപയുടെ ലാഭം. കാരണം വർഷത്തിൽ എടുക്കുന്ന സിനിമകളെല്ലാം 8 നില പൊട്ടും, അതും ചെറിയ ബഡ്ജറ്റിലൊന്നും എടുക്കില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എമ്പുരാന്റെ പ്രപ്പോസലുമായിട്ട് പൃഥ്വിരാജ് വരുന്നത്. വീണ്ടും ചാടി എടുത്തു. പക്ഷെ പാതി വഴിയിൽ മനസ്സിലായി ഇഡി ഇനി വീട്ടിൽ നിന്ന് ഇറങ്ങൂലെന്ന്. അതുകൊണ്ട് അത് ഗോകുലം ഗോപാലന്റെ തലയിൽ വെച്ചു. ഗോകുലം ഗോപാലനുമായിട്ട് എന്തോ പണമിടപാട് ലൈക്കിക്കുണ്ട്, അത് തീർക്കാനെന്നുള്ള മട്ടിലാണ് ഗോകുലം ഗോപാലന്റെ തലയിൽ ഇത് വെച്ചെന്നും കേൾക്കുന്നുണ്ട്. പക്ഷേ ആന്റണി പെരുമ്പാവൂറും പൃഥ്വിരാജും പറഞ്ഞ വേർഷനെ തങ്ങൾ പ്രൊഡ്യൂസർക്ക് വേണ്ടി അന്വേഷിച്ചപ്പോ ദാ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു വന്ന ആളാണ് ഗോകുലം ഗോപാലൻ. ഇനിയും വരും ദിവസങ്ങളിൽ ബാക്കിയുള്ള ന്യൂസ് അറിയാം. എന്താണേലും സത്യങ്ങൾ ഒളിച്ചു വെക്കാനുള്ളതാണ്, അത് വിളിച്ചു പറയാനുള്ളതല്ല.